ഒരു സ്വതന്ത്ര MLA ഇന്ന് മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും വെല്ലുവിളിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം പോലും ഉന്നയിക്കാൻ മടിക്കുന്ന ആരോപണങ്ങളാണ് PV അൻവർ MLA ഉന്നയിച്ചത്. നീതി കിട്ടാത്ത പാർട്ടി സഖാക്കൾക്കും ന്യൂനപക്ഷത്തിനുമൊപ്പമെന്ന് വലിയ പോർമുഖം തുറന്നിരിക്കുന്നു അൻവർ. ഇത്ര രൂക്ഷമായി പിണറായി വിജയൻ സ്വന്തം ചേരിയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നതുപോലെ പ്രത്യയശാസ്ത്ര മുഖംമൂടി ഈ ഏറ്റുമുട്ടലിനില്ല. കള്ളന്മാരെയും വഞ്ചകരെയും രക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ആഞ്ഞടിച്ചിരിക്കുന്നത്. അൻവർ പറഞ്ഞത് തള്ളുമ്പോഴും പക്ഷേ അൻവറിനെതിരെ വലിയ ആക്രമണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. CPM ആർക്കും കഴിയാത്ത രീതിയിൽ പിണറായി വിജയനെ നിർവീര്യമാക്കുകയാണോ അൻവർ? എന്താകും ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം? വലുതായി ചോദ്യം ചെയ്യപ്പെട്ടാൽ തീർന്നു പോകുന്നതാണ് അനുയായികൾ വാഴ്ത്തി വലുതാക്കിയ ഏത് നേതാവും. താൻ അറിഞ്ഞത് മുഴുവൻ പറഞ്ഞാൽ CPM അണികൾ AKG സെന്റർ പൊളിക്കുമെന്ന് വരെ അൻവർ പറഞ്ഞു. CPM നിന്ന് പുറത്തുവന്ന് അവരെ തോൽപ്പിച്ച KK രമ പറയുന്നു TP ചന്ദ്രശേഖരന്റെ ഗതി വരും അൻവറിനെന്ന്. തന്റെ വീടിന് ചുറ്റും പോലീസ് റോന്തു ചുറ്റുന്നുവെന്ന് അൻവറും പറയുന്നു. പിണറായി ഈ സമ്മേളനകാലം എങ്ങനെ അതിജീവിക്കും? തീ കത്തിപ്പടരുമോ? CPM നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചാമക്കാല, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം ശ്രീ അനിൽകുമാർ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കേൾക്കേണ്ടി വരാത്ത വലിയ രൂക്ഷമായ പരാമർശങ്ങളാണ് സ്വന്തം ചേരിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന് കേൾക്കേണ്ടി വന്നത്. എന്താണ് ഇനി നിങ്ങളുടെ തീരുമാനം? സ്വന്തം ചേരിയിൽ നിന്നും എതിർചേരിയിൽ നിന്നെല്ലാം എന്തെല്ലാം കേട്ട നേതാവാണ് പിണറായി വിജയൻ എന്ന കാര്യം മറന്നുപോയോ? മഹാന്മാരായ നേതാക്കന്മാർ മുതൽ മഞ്ഞപ്പത്രങ്ങൾ വരെ വളഞ്ഞിട്ടാക്രമിച്ചു എന്ന് പിണറായി വിജയൻ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിലെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചേരിയൊന്നും പ്രശ്നമല്ല, ആക്രമണങ്ങൾ പുതിയതുമല്ല. പിണറായി വിജയനെയും CPM കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷത്തിനും BJPക്കും UDFനും മാധ്യമങ്ങൾക്കും ഒരാളെ കൂടെ സഹായത്തിന് കിട്ടി എന്ന് മാത്രം ഇതുകൊണ്ട് കണ്ടാൽ മതി. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിരുന്നു. പിന്നെ തീ അണയ്ക്കാനുള്ള വഴി എന്താണ്? അൻവർ പറഞ്ഞു, ആ മലപ്പുറത്തെ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസുകാർ പിടിക്കാതെ കള്ളസ്വർണം പുറത്തു വരുന്നുണ്ട്. കസ്റ്റംസുകാർ പിടിക്കുകയില്ല എന്ന് ഉറപ്പാണ്. അത് കേരള പോലീസ് പിടിക്കരുത്. പിടിച്ചാൽ എന്ത് വേണം? അത് കസ്റ്റംസിന് തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ തീ അണഞ്ഞാനെ AK സെൻറ്റർക്ക് കത്തുകലായിരുന്നു. അതിന് സൗകര്യമില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? പോലീസ് പിടിച്ച സ്വർണത്തിന്റെ ഗതിയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അൻവർ വിശദീകരിച്ചത്. മനസ്സിലായില്ലേ എന്താ പ്രശ്നം? അവിടെ ഞങ്ങൾ അൻവറിൻ്റെ സൗജന്യം ആവശ്യപ്പെടുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അൻവറിനോട് അഭ്യർത്ഥിക്കുന്നത്, വെല്ലുവിളിക്കല്ല അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ പോലീസിനെതിരെയോ എന്തു വസ്തുതകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊരു നിവേദനം എഴുതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് നിവേദനം എഴുതി കൊടുക്കുന്നതിന് മുമ്പും പിമ്പും പാർട്ടി അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്രമിച്ചു P ശശിയെ. പക്ഷെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുകയും DGPക്ക് കൈമാറുകയും ചെയ്ത പരാതിയിൽ P ശശി ഇല്ല. P ശശി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ നിന്ന് P ശശി ഒഴിവാക്കിയത്? എന്തിനാണ് അൻവർ ഒഴിവാക്കിയത്? ഇത്രയും വലിയ വൈരാഗ്യം P ശശിയോടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പം അൻവർ ആ പരാതിയിൽ P ശശിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയെ അറിയിച്ചോളാൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത പരാതിയിലും P ശശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്താ പ്രശ്നം? പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുത്തു എന്നാണ് അൻവർ പറയുന്നത്. തെളിവ് കൊടുക്കാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, പാർട്ടി സെക്രട്ടറിക്ക് P ശശിയെ കുറിച്ച് രണ്ടാമത് പരാതി കൊടുത്തല്ലോ. പാർട്ടി സെക്രട്ടറിക്ക് അപ്പൊ രണ്ടാമതെന്നല്ലേ സ്മൃതി പറയുന്നത്? രണ്ടാമതായാലും പരാതി പാർട്ടിക്ക് കൊടുത്തല്ലോ. ശ്രീ അനിൽകുമാർ, സ്മൃതി പറയുന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. ദയവായി കേൾക്കൂ സാർ, ദയവായി കേൾക്കൂ. നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് അവത്തെ പിടിച്ചുകൊണ്ട് പോകരുത്. ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? P ശശി ഇത്ര വലിയ കുഴപ്പക്കാരനായിരുന്നെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ
പി ശശി എന്തിന് അൻവർ ഒഴിവാക്കി ആദ്യ പരാതിയിൽ? അതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത് പരാതി കൊടുത്തു എന്നറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിനെക്കൂടി തർക്കമില്ല, ഞാൻ തർക്കിക്കാൻ വന്നല്ല ഇതിന്. പക്ഷേ എന്തിന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പി ശശി ഇല്ല, അതുപോലെ തന്നെ പാർട്ടിക്ക് കൊടുത്ത ആദ്യത്തെ പരാതിയിൽ പി ശശി ഇല്ല. അപ്പോൾ എന്താ വേണ്ടത്? വസ്തുതകൾ മുമ്പിക്കൊണ്ടുവരണം. അൻവറിന് സമയമൊന്നും പോയിട്ടില്ല, ഒരു സമയവും നഷ്ടപ്പെട്ടിട്ടില്ല. നാളെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്കൊരു സൗജന്യവും വേണ്ട, ഇന്ന് രാത്രിയിലും വേണ്ട, നാളെയും വേണ്ട. അങ്ങനെ അൻവറിൻ്റെ സൗജന്യത്തിലോ ആരുടെയെങ്കിലും സൗജന്യത്തിലോ പിണറായി വിജയൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കണ്ട. ആ ശോഭ കെടുത്താൻ അൻവർ പറഞ്ഞോട്ടെ. പക്ഷേ അൻവറല്ല, ആര് പറഞ്ഞാലും ആ സൂര്യൻ്റെ ശോഭ കെടുകില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് കാരണം ആ ആർജവമാണ്. 1 മണിക്കൂർ 40 മിനിറ്റ് നേരം നീണ്ട പത്രസമ്മേളനത്തിൽ അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് നിലവിളിക്കുന്ന മുഖ്യമന്ത്രിയല്ല കണ്ടത്. കേരളത്തിൻ്റെ പോലീസ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തും ഹവാലോപ്പണും പിടിക്കുന്നത് മലപ്പുറത്താണ്. അത് തടയാൻ ആരും നോക്കണ്ടെന്ന് പറയുന്ന ആരോടാണ്? അൻവറിനോടാണെന്ന് പത്രക്കാർ ചോദിച്ചോ? അവിടെയും ഒന്നിടപെടുകയാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി താങ്കൾ അത് മുഴുവൻ കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ അനിൽകുമാർ, മലപ്പുറം എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക ധ്വനിയുണ്ട് നിങ്ങൾക്ക്, മലപ്പുറം എന്നാക്കുന്നതിൽ ഒരു പ്രത്യേക ആലോചനയുണ്ട് നിങ്ങൾക്ക്. അതാണ് PV അൻവർ പറയുന്നത്. കാരണം ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലായിപ്പോയി, പക്ഷേ അത് കോഴിക്കോട് നിന്ന് 7 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഈ കരിപ്പൂർ എയർപോർട്ടിനടുത്ത് നിന്ന് പിടിക്കുന്നതൊക്കെയും മലപ്പുറത്ത് നിന്നാണെന്ന് പറയുകയും മലപ്പുറം എന്ന ജില്ല മുഴുവൻ കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും സ്ഥലമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക ധ്വനിയുണ്ട്. അതാണ് ന്യൂനപക്ഷങ്ങൾക്കും സഖാക്കൾക്കും വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. താങ്കൾ ഇത് എത്ര പറഞ്ഞാലും ശ്രീ അനിൽകുമാർ, ഇത് ആ മേഖലയിൽ ആ പ്രദേശത്തെ ആളുകളുടെ ഒരു പരാതിയായി തന്നെ ഉയർന്ന വിഷയമാണ്. അതിനെ പാർട്ടി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിൽ അൻവറിനെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് എന്ന് ആവർത്തിച്ച് അൻവർ പറയുമ്പോൾ അതിനൊരു പിന്തുണ കിട്ടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ PV അൻവറിനെ എന്തു വേണമെങ്കിലും ചെയ്യൂ, നിങ്ങൾ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കൂ, PV അൻവറിൻ്റെ എതിരെ തിരിച്ചാരോപണങ്ങൾ ഉന്നയിക്കും, എന്തുമാകട്ടെ. പക്ഷേ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് പാർട്ടി നൽകിയിട്ടില്ല, മുഖ്യമന്ത്രി നൽകിയിട്ടില്ല, തിരിച്ച് തന്നെ കള്ളനാക്കുകയാണ് ചെയ്തതെന്നാണ് അൻവർ പറയുന്നത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയാൽ മതി. അതാണ് നിങ്ങൾ സഖാക്കൾക്ക് കൊടുക്കേണ്ട മറുപടി. അനിൽകുമാർ, സഖാക്കൾക്ക് മറുപടി കൊടുക്കാൻ ഇടനിലക്കാരൊന്നും വേണ്ട, അൻവറും വേണ്ട. അത് എന്ന് മുതലാണ് അൻവർ ഇടനിലക്കാരനായത്? എന്തുകൊണ്ടാ? ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോഴാണല്ലോ നവകേരള യാത്രയിൽ SFI പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ പെടുത്തിക്കൊണ്ട് ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. സഖാക്കളെന്ന് കണ്ടാൽ 2 അടി കൂടുതൽ കൊടുക്കുമെന്നാണ് അൻവർ പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞ് തുടങ്ങട്ടെ. നമുക്ക് മലപ്പുറത്തിൻ്റെ കാര്യം പറയേണ്ടത് വലിയ പ്രശ്നമല്ലേ? മലപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് 19 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. 19 ലക്ഷം വോട്ടുണ്ട്. ഈ 19 ലക്ഷം വോട്ട് LDFന് കിട്ടിയ മലപ്പുറം ജില്ലയിലെ ആളുകളെല്ലാം ഈ പറയുന്ന തെറ്റുകാരെന്നാണോ ഞങ്ങൾ പറയണത്? എന്താ പ്രശ്നം എന്താണ്? മലപ്പുറം ജില്ല SP ഉൾപ്പെടെയുള്ള പോലീസിനെ കുറിച്ചാണ് പരാതി. അപ്പോൾ കണക്കെടുക്കുമ്പോൾ ആ ജില്ലയുടെ കണക്കെടുക്കും. അത് ആരുടെ കുഴപ്പമാണ്? ഞങ്ങളാരെങ്കിലും മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പറയുന്നതാണോ? ഒരു ജില്ലയുടെ കണക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ സബ് ഡിവിഷൻ്റെ കണക്ക് കിട്ടും. അല്ലാണ്ട് കോഴിക്കോട്ടെ ഒരു സബ് ഡിവിഷനും ഇവിടെ മലപ്പുറത്തെ ഇവിടുത്തെ സബ് ഡിവിഷനോട് കിട്ടത്തില്ല. വേണം നോക്കിയെടുക്കാം. കണക്ക് പറയുമ്പോൾ ആ ജില്ലയുടെ കണക്ക് പറയുന്നത് അവിടുത്തെ പോലീസിനെ കുറിച്ചാണ്. ആ SP ഉൾപ്പെടെയുള്ള സംഘത്തെക്കുറിച്ചാണ് പരാതി വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ എന്താ പറഞ്ഞു? അന്വേഷിച്ചേക്കാം. അന്വേഷിക്കാൻ അൻവർ പറഞ്ഞ പോലെ സംഘത്തെ വെച്ചു. അൻവർ എന്താ ചെയ്യേണ്ടത്? അൻവർ സഹായിക്കേണ്ടത് എന്താണ്? കേരള പോലീസിൻ്റെ എല്ലാ പരാതികളും അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടല്ലോ. അന്വേഷണം തീർന്നോ? അത് കേരളത്തിലെ DGP അൻവറിൻ്റെ പരാതി കേട്ടില്ലേ? അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടല്ലോ. ഈ പരാതി മുഴുവൻ അവിടെ പറയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 180 കേസും ഏതോ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. അങ്ങനെ നമുക്ക് CRPC ഇല്ല. എന്താ കാരണം? അത്തരം കേസുകൾ കോടതിയിൽ വന്നാൽ ഓരോ കേസും കൈകാര്യം ചെയ്യുന്ന കോടതികളുണ്ട്. ആ കോടതിക്ക് അധികാരമുള്ളൂ. അതെല്ലാം കൂടെ കൂട്ടി ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. പിന്നെ പോലീസ് കേസെടുത്തൊരു കാര്യത്തിനകത്ത് ക്രിമിനൽ നടപടി നിയമം മുന്നോട്ട് പോകുമ്പോൾ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് ഒരു ജഡ്ജിയെ വെച്ച് അന്വേഷിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും അറിയാതെ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
നമ്മുടെ ആളുകൾ ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിക്കെതിരെയല്ലേ പോരട്ടെ എന്ന് പറയുന്നു. ശ്രീ അനിൽകുമാർ, പോലീസ് അന്വേഷണത്തിന്റെ പോക്കിനെ കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. ശ്രീ അനിൽകുമാർ, മരം മുറിയുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഒക്കെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? എന്താണ് ADGPയുമായി ബന്ധപ്പെട്ട് താൻ കൃത്യമായി രേഖകൾ സഹിതം കൊടുത്ത പരാതി DGPയുടെ കയ്യിൽ കിട്ടിയിട്ടും DGP ചെയ്തത് എന്താണ്? 6 മാസം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം അടുത്ത ഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാവുന്ന തെളിവുകളാണ് DGPയുടെ കയ്യിലുള്ളത്. അപ്പോൾ വിജിലൻസിന് 6 മാസം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സമയം അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. താങ്കൾ ഈ പറയുന്ന ആർജവം എന്ന് പറയുമ്പോൾ നാല് തരത്തിലുള്ള അന്വേഷണം നേരിടുന്ന ADGP ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഇരിക്കുകയാണ്. അതാണ് ആർജവം. അവിടെ കേരളത്തിലെ സർക്കാർ എടുത്തൊരു നയം മനസ്സിലാക്കൂ. ഒരു കലക്ടറെ കുറിച്ചൊരു സ്ഥലത്തെ MLA പരാതിപ്പെട്ട കലക്ടറെ ഉടനെ മാറ്റാൻ പറ്റുമോ? പരാതി സ്വീകരിച്ച് കഴമ്പുണ്ടെങ്കിൽ പുകയ്ക്കും. സ്ഥലം മാറ്റം മാത്രം പോരല്ലോ, പുകയ്ക്കുമല്ലോ, എല്ലാ നടപടി എടുക്കുമല്ലോ. ADGP പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുകയ്ക്കുകയല്ലേ? സംശയം എന്താ? ആരെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ കേരളത്തിൽ? പക്ഷെ വസ്തുതകൾ പുറത്തു വരണം. ആ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ നിയമാനുസരണം മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഒരു ഭരണകക്ഷി MLA പറഞ്ഞാലും പ്രതിപക്ഷ MLA പറഞ്ഞാൽ ഉടനെ സ്ഥലം മാറ്റം, അത് നടക്കൂല. നടപടി എടുക്കാമല്ലോ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കും. ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ സംഭാഷണം പുറത്തു വന്നു. മറ്റുദ്യോഗസ്ഥന്മാരുടെ പേരിൽ വസ്തുതകൾ മാത്രമാണ് ശ്രീ അനിൽകുമാർ, മറ്റൊന്നുമല്ല. അല്ല, ബാക്കി അന്വേഷിക്കല്ലേ? അതെ, ലഭ്യമായ അതാണ് കറക്റ്റാണ് ഞാൻ പറയുന്നത് തന്നെ കറക്റ്റ്. ആ സംഭാഷണം അനുചിതമാണ്, സസ്പെൻഡ് ചെയ്തു. ചട്ടങ്ങളുടെ ലംഘനമാണ്. ബാക്കി ചട്ടലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു കൂട്ടരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം കൊണ്ടുപോവാ, നമുക്കൊന്ന് പെട്ടെന്ന് സസ്പെൻഡ് ചെയ്ത് കളയാം. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലടക്കമുള്ള വേദികൾ പരിശോധിക്കുന്ന നിയമ നടപടികളുടെ ഭാഗമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അല്ലാണ്ട് AK സെൻറ്ററിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ചെയ്യുന്നതല്ല. അത് നിയമാനുസരണം മാത്രമേ നടക്കൂ. ആ നിയമപ്രക്രിയയുടെ ഭാഗമാകാൻ എനിക്ക് സൗകര്യമില്ല എന്ന തരത്തിലൊരു MLA പറഞ്ഞാൽ അദ്ദേഹം അത്രയും സഹിഷ്ണുത ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത് ഇത്രേ ഉള്ളൂ, ഞങ്ങൾ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. ബഹുമാനപ്പെട്ട അൻവർ നാളെയാണെങ്കിലും എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൊടുക്കണം. ഇനി അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ട് കോടതി കൊടുക്കട്ടെ. അതിൽ P. ശശി ഒഴിവാക്കരുത്, ആരെയും ഒഴിവാക്കരുത്. അദ്ദേഹം ആരെയും ഒഴിവാക്കരുത്. ഒരു സൗജന്യവും വേണ്ട. ഇത് ജനങ്ങൾ അറിയട്ടെ. ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് പൊതുസമ്മേളനം വിളിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയിൽ മാത്രമല്ല. മുഖ്യമന്ത്രിയെ അൻവർ സമീപിക്കുമ്പോൾ തന്നെ അൻവറിനെ ഞാൻ പറയാം, അത് തന്നെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് അൻവർ വന്നു കഴിയുമ്പോൾ അൻവറിനെ പാട്ടിലാക്കാനല്ല കേരള മുഖ്യമന്ത്രി പരിശ്രമിച്ചത്. അൻവറിൻ്റെ പരാതി കേട്ടു, അന്വേഷണം പരസ്യപ്പെടുത്തി. പോലീസിന് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് വിവരാവകാശ പ്രകാരം നിങ്ങളുടെ കിട്ടും. അൻവറിൻ്റെ പരാതി നിങ്ങളുടെ ലഭിക്കും. ഏത് വസ്തുതയും നിർഭയമായി അന്വേഷിക്കാൻ ഒരു മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു, തയ്യാറായിരിക്കുന്നു. ഞങ്ങളുടെ ആർജവാണ്. കാരണം എന്താണ്? മടി കനവില്ല. അതുകൊണ്ട് പാർട്ടിക്കും മടി കനവില്ല. പാർട്ടി സഖാക്കൾക്ക് വേണ്ടി അൻവർ വാദിക്കേണ്ട. അൻവർ പാർട്ടിയാകുന്ന മുമ്പ് ഈ നാട്ടിലെ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുണ്ടാക്കിയ പാർട്ടിയാണിത്. അതിനെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിക്കകത്ത് വേറൊരു പാർട്ടി, പള്ളിക്കകത്ത് കുരിശുപള്ളി പണിയാൻ അൻവർ ഇങ്ങോട്ട് വരണ്ട. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എന്താണ് അൻവറിന്റെ ഭാവി? നിങ്ങൾ എന്താണ് അൻവറിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ വ്യക്തികളുടെ ഭാവിയുടെ പുറകെ നടക്കില്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിൽ ഈ കേരളത്തിനകത്ത് അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ഈ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഏത് വെല്ലുവിളിയെ നേരിടുന്ന പോലെ ഇതിനെ നേരിടുക തന്നെ ചെയ്യും. ഒരു സംശയം അക്കാര്യത്തില്ല. അൻവറിന്റെ കാര്യത്തിൽ തീരുമാനം എന്താണ്? അല്ല, അൻവറിൻ്റെ കാര്യത്തിലെ തീരുമാനം അൻവർ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സഹകരിക്കുന്ന ഒരു MLA ആയിരുന്നു. അതൊക്കെ LDFൻ്റെ കമ്മിറ്റിക്ക് വരികയില്ല. ഇനി പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിലും വരികയില്ല. അദ്ദേഹം തീരുമാനിച്ചതിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകം തീരുമാനം എടുക്കാൻ എന്താ? പിന്നെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത്, എന്തെല്ലാം പരാതിയാണ് ഉള്ളത്, ഞങ്ങളെക്കുറിച്ചുള്ള ആരോപണമുള്ളത്, അതെല്ലാം കൂടെ ദയവായി ഒന്ന് പൊതുബന്ധ മണ്ഡലത്തിൽ പറയൂ. ഞങ്ങൾക്കൊന്ന് തിരിച്ചു പറയാനൊരു അവസരം തരൂ. കള്ളം പറഞ്ഞു നടക്കരുത്, നുണ പറഞ്ഞു നടക്കരുത്. ശരി, അത്രേ ഞങ്ങൾ പറയാനുള്ളൂ. ശരി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല,
പി ശശിക്കുള്ള പ്രതിരോധമാണ് ശക്തമായി ഉന്നയിക്കുന്നത് അനിൽകുമാർ. പി ശശിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ആദ്യം കൊടുത്ത പരാതിയിൽ ആ പേരില്ല, രണ്ടാമതാണല്ലോ കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അദ്ദേഹം കാണുന്നത്. കാട്ടുകള്ളൻ എന്നാണ് ഇന്ന് പി ശശിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. താങ്കളും കേട്ട് കാണുമല്ലോ. അപ്പോൾ PV അൻവർ പറഞ്ഞ് മുഖ്യമന്ത്രി 1 മണിക്കൂർ എടുത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിന് 2 മണിക്കൂറിലാണ് PV അൻവറിന്റെ മറുപടി. വാർത്താ സമ്മേളനം മുഴുവൻ 1 മണിക്കൂർ എന്നല്ല, മുഖ്യമന്ത്രി PV അൻവറിന്റെ വിഷയം പറയാനെടുത്ത സമയമാണ് ഞാൻ പറഞ്ഞത്. അതിന് 2 മണിക്കൂർ എടുത്താണ് PV അൻവർ മറുപടി നൽകിയിരിക്കുന്നത്. ഇനി അത് ആ പൊതുസമ്മേളനം വിളിക്കാൻ പോകുന്നു. അപ്പുറത്തുനിന്ന് സുധാകരൻ അല്പം കൂടി മയപ്പെടുത്തി രാഹുലിന്റെ DNA പരിശോധിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട്, അങ്ങനെ പറഞ്ഞ് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നൊരു മനസ്സലിയിലും കൂടി വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വീകാരനാവുകയാണോ അൻവർ? അല്ല, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ലേ. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാം. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വന്നിരുന്ന് ഇങ്ങനെ ഘോരഘോരം വിളമ്പുന്നത് സ്വല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ, സ്വല്പമെങ്കിലും തൊലിക്കട്ടി വേണ്ടേ? ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA, ഇതേ സഖാക്കന്മാർ വിജയിപ്പിച്ചു വിട്ട ഒരു MLA, ആ MLA വന്ന് ആ CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ LDF-ന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെതിരെ അറഞ്ചം പുറഞ്ചോ അടിച്ചിട്ടും, എന്താ പറയുന്നത്, കാലിൽ തൂക്കി നിലത്തടിച്ചിട്ടും വന്നിരുന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്ന ഗതികേട്, ഈ ഗതികേട് നിന്റെ പേരോ CPM എന്ന് ചോദിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇവിടെ പിണറായി വിജയൻ പറയാതെ പറഞ്ഞു വെച്ചു. എന്താ, സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും കാലമായി ഈ പറയുന്ന PV അൻവർ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുകാരെ പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴൽ നിർത്തി എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രസമ്മേളനത്തിന് ആധാരമായി PV അൻവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് പ്രത്യേകം ആലോചിക്കേണ്ടത്, ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ആദ്യം തുടങ്ങുന്നത് ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ്റെ മലപ്പുറത്തെ ജില്ലാ സമ്മേളനത്തിലാണ് ആദ്യം ഈ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്, SP നിർത്തിക്കൊണ്ട്. അന്ന് വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിൽ ഞാനും ഉണ്ടായിരുന്നു PV അൻവർ ചർച്ചയ്ക്ക് വന്നപ്പോൾ. ഞാൻ PV അൻവറോട് പല കാര്യങ്ങളും ചോദിക്കാൻ ശ്രമിച്ചു. PV അൻവർ പറഞ്ഞു, ജ്യോതികുമാർ ചാമക്കലോടൊന്നും ഞാൻ തൽക്കാലം മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ഗൗരവമുണ്ടെന്ന് ഞാൻ അന്ന് കണക്കാക്കിയിരുന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം പുള്ളി പിന്നെ SP-യുടെ ക്യാമ്പ് ഓഫീസിൽ പോയി അവിടെ സത്യാഗ്രഹം ഇരുന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്ത ദിവസം പത്രസമ്മേളനം വിളിച്ചു. ആദ്യത്തെ ഞാൻ പറഞ്ഞു വന്നത് പഴയ നിലവിലെ SP-യെ കുറിച്ച് പറഞ്ഞു, ശശിധരനെ കുറിച്ച് പറഞ്ഞു, മുൻ SP ആയിരുന്ന സുജിത് ദാസിനെ കുറിച്ച് പറഞ്ഞു. പതിയെ അടുത്തത് ADGP-യിലേക്ക് കടന്നു. അവിടെയും തീരുമാനമുണ്ടാകാതെ വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ വന്നു, അതായത് P ശശിയിലേക്ക് എത്തി. P ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം പാർട്ടിക്ക് എഴുതി നൽകി എന്നുള്ള കാര്യത്തിൽ ആദ്യം കൊടുത്തോ രണ്ടാമത് കൊടുത്തോ, ആദ്യം കൊടുത്താൽ പിന്നെ കുറ്റമല്ലാതാകുമോ, രണ്ടാമത് കൊടുത്താൽ കുറ്റമല്ലാതാകുമോ, അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് PV അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ P ശശിക്കെതിരെ ഉൾപ്പെടെ ഗൗരവമുള്ളതാണ് എന്നാണ് കേരളീയ സമൂഹത്തോട് പറഞ്ഞത്. നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ അത് കഴിഞ്ഞു, അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ഇന്നിപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ ആക്രമിക്കുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് ഇനി അനന്തരാവകാശിയായി മുഹമ്മദ് റിയാസ് മാത്രം മതിയോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ ആ നിലയിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ ചില അനിൽകുമാർ മാത്രം ഇതിനെ ന്യായീകരിക്കുമെന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ ആദ്യം അവസാനം അദ്ദേഹം സഖാക്കളെ അഭിസംബോധനയോടെ സംസാരിച്ചത്. അദ്ദേഹം സഖാക്കളുടെ കരുതലിലൂടെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഇവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇനി ഇടതുപക്ഷത്തേക്കില്ല, ഇടതുപക്ഷത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, എന്നാൽ MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇത്രയും പച്ചയ്ക്ക് മുഖ്യമന്ത്രിയോട് പിന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി പ്രതികരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്തിനാ ചിരിക്കുന്ന അനിൽകുമാർ ഇത് ചിലപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടായിരിക്കും. കാരണം മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളെങ്കിലും വന്നല്ലോ, തനിക്ക് കഴിയാത്തത് ചിലപ്പോൾ പിന്നെ PV അൻവറിന് കഴിയുന്നല്ലോ, ഇതൊരു സന്തോഷമായിരിക്കും അനിൽകുമാറിൻ്റെ മുഖത്തെ ചിരിക്ക് കാരണം. ഏതായാലും പറഞ്ഞെന്താണ്, മുഖ്യമന്ത്രി ചതിയനാണ്, ശശി കാട്ടുകള്ളനാണ്. അപ്പൊ ചതിയൻ ചന്തുവും കാട്ടുകള്ളനുമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയി. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്നലെ വരെ കൈപ്പൊക്കിക്കൊണ്ടിരുന്ന ഒരു MLA പരസ്യമായി പറയുന്നു. പിതൃതുല്യനായി ഇന്നലെ വരെ കൈ ഉയർത്തി മുഖ്യമന്ത്രിയെ സഹായിച്ചുകൊണ്ടിരുന്ന MLA പറയുന്നു. അതെ, പിതൃതുല്യ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രയും ഡെപ്തിലേക്ക് പോകാനല്ലോ, കാരണം അദ്ദേഹം 2 മണിക്കൂറത്തല്ലേ പത്രസമ്മേളനത്തിൽ. നമ്മളിത് സംസാരിക്കുന്ന 1-2 മിനിറ്റ് കൊണ്ടല്ലേ. പിന്നെ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് പറയുന്നു. പാർട്ടിയിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മാത്രം മതിയോ എന്ന് ചോദിക്കുന്നു. അത് അനിൽകുമാർ കൂടെ കേൾക്കേണ്ടതാണ്. ഒരു പക്ഷേ അനിൽകുമാറിന് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും, കാരണം അത് വേറെ കാര്യങ്ങളുണ്ട്. അത് പോട്ടെ.
മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 0 എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴെ നടക്കുന്നത് എന്താണെന്ന് മുഖ്യമന്ത്രി പോലും അറിയുന്നില്ല എന്ന് പറയുന്നു. CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെയും കൂട്ടിയോജിപ്പിക്കുന്നു. അത് നേരത്തെ യോജിപ്പിക്കേണ്ട കാര്യമില്ല, നേരത്തെ ശിവശങ്കർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഗോവിന്ദൻ മാഷിന് പോലും ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് പറയുന്നു. പൂരം കലക്കിയത് കേന്ദ്ര സർക്കാരുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആളുകളാണ്, അതായത് മുഖ്യമന്ത്രിയും കൂട്ടരുമാണെന്ന് ഇടതുപക്ഷ MLA തന്നെ സംസാരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണനോട് അനാദരവ് കാട്ടി എന്ന് പറയുന്നു. റിയാസിന് വേണ്ടി അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറാൻ വരണ്ട എന്ന് പറയുന്നു. ഒരു കൊമ്പനും ഇങ്ങോട്ട് കുത്താൻ വരണ്ട, അനുഭവിക്കുമെന്ന് പറയുന്നു. എന്തിനാണ് BJP നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ CPM-ന്റെ AKG സെന്റർ ഉൾപ്പെടെ പൊളിച്ചുകൊണ്ട് നാട് വിടേണ്ട സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം CPM എത്തിപ്പെടും എന്ന് ഇടതുപക്ഷ MLA പറയുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPM-ൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇതിനു മുമ്പ് നമ്മളൊക്കെ പൊതുപ്രവർത്തനം നേരിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ വായിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് ശേഷം VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കമായിരുന്നു. അതിൻ്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയമായ അഥവാ അവരുടെ ആദർശപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി രണ്ടുപേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അവർ തുല്യരായിരുന്നു, രണ്ട് തുല്യർ തമ്മിലുള്ള ആശയപരമായ സംഘർഷമായിരുന്നു. ഇവിടെ ഇത്തരത്തിലൊരു MLA ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ ക്രിമിനൽ പശ്ചാത്തലം, ഞാൻ വായിച്ചല്ലോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അനിൽകുമാർ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ വായിക്കാം. പിണറായി വിജയൻ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നയാളാണ്, ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്തരിയല്ല എന്നാണ്. അനിൽകുമാറെ, ഇത് കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വർണ്ണക്കടത്തുകാരനാണ് PV അൻവർ എന്നാണ് സ്ഥാപിക്കാനാണ് അനിൽകുമാർ ശ്രമിച്ചത്. നിഷ്പക്ഷമായി ഒന്ന് വിലയിരുത്തൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയാതെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു, ഇതിന് PV അൻവർ മറുപടിയായിരുന്നതിനാൽ PV അൻവറിൻ്റെ മുകളിൽ ഒരുപാട് സംശയത്തിൻ്റെ വിത്തുകൾ പാകും എന്നുള്ളതുകൊണ്ട് PV അൻവർ ആ പോയിന്റിൽ പിടിച്ചിരിക്കും. അതാണല്ലോ രാഷ്ട്രീയം. കൃത്യമായി PV അൻവർ അതിലേക്ക് തന്നെ വന്നു. വെറുതെ അല്ലല്ലോ വന്നത്. അവിടെ നടക്കുന്ന സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും P ശശിയും എങ്ങനെയാണ് ഇത്തരത്തിൽ കേസുകൾ അട്ടിമറിച്ചുകൊണ്ട് സ്വർണം കൈക്കലാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തുടർച്ച അദ്ദേഹം തെളിവ് പറയുന്നത്. അദ്ദേഹം പോലീസ് പിടിക്കരുതെന്നല്ലോ പറഞ്ഞേ. എങ്ങനെയാണ് പോലീസ് സ്വർണം തട്ടിക്കൊണ്ടു പോകുന്നതിനെ സംബന്ധിച്ച് ഒരാളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതിന്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട സ്വർണം കൊടുത്തിട്ടില്ല, ഫോണും മറ്റു സാധനവും കൊടുത്തുള്ളൂ എന്ന് ഇരയാക്കപ്പെട്ട ആൾ തന്നെ പറയുന്നു. എന്നിട്ടും പറയുന്നത് PV അൻവർ അവർക്ക് വേണ്ടിയാണ്, അഥവാ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ഇനിയും പറഞ്ഞാൽ ADGP എഴുതി കൊടുത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വായിച്ചത് എന്ന് കൂടി പറയുന്നു. അജിത് കുമാർ എഴുതി കൊടുത്തതാണ് വായിക്കുന്നത്. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. ADGP എഴുതി കൊടുക്കുന്നത് ആ വാചകങ്ങളാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുന്നത് എന്ന് വരെ പറഞ്ഞു വെക്കുന്നു. ഇവിടെ ADGP ആരായാലും എന്തായാലും മുഖ്യമന്ത്രിക്ക് ആരോ എഴുതി കൊടുക്കും, സ്വാഭാവികമാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴും അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ബോധ്യം വേണ്ടേ? ഇത്രയും ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ചിട്ടും എത്രയോ നാളായി തുടങ്ങിയിട്ട് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സംസ്ഥാന മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നതുവരെ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ചർച്ചകളിൽ നിന്ന് തലയിൽ മുണ്ടിട്ട് ഒളിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ് 21 ദിവസത്തിന് ശേഷമാണ് അനിൽകുമാർ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിൽ PV അൻവർ കടുപ്പിച്ച് കൊണ്ടെത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അതിനിശ്ചിതമായ വിമർശനം. ഇതിനേക്കാൾ എങ്ങനെയാ ഒരു ഭരണകക്ഷി MLA-ക്ക്, ഞങ്ങൾ പോലും പറയുന്നതിനപ്പുറത്ത്, ഞങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷമാണ്, ആ ഗൗരവത്തിലേ എടുക്കാറുള്ളൂ. പക്ഷേ ഭരണകക്ഷി MLA പോലും ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്കിനി എന്ത് ചെയ്യാൻ കഴിയും? മുഖ്യമന്ത്രിക്ക് ഇതിനോട് സ്വല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മാർക്സിസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞേക്കട്ടെ. പിന്നെ അനിൽകുമാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അനിൽകുമാർ പറഞ്ഞത് ADGP-യെ പുകയ്ക്കും അന്വേഷണ റിപ്പോർട്ട് വന്നാലെന്നാ. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. ADGP ആ സ്ഥാനത്ത് നിന്ന് 4 കേസ് ADGP-ക്കെതിരായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ADGP-യെ ഇത്ര ഒരു അഡ്വക്കേറ്റ് അല്ലേ താങ്കൾ? ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? ADGP-യെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എന്താ ട്രിബ്യൂണലിൽ പോകും? എന്ത് പമ്പര വിഡ്ഢിത്തരമാണ് താങ്കൾ പറയുന്നത്? പറയേണ്ടെന്ന് കരുതിയതാ? ഒരു അഡ്വക്കേറ്റ് അല്ലേ താങ്കൾ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലേ? ADGP-യെ ഭരണപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തി ഒന്നീ പോലീസ് ഹൗസിംഗ് ഇതിലേക്കോ അല്ലെങ്കിൽ പോലീസ് അക്കാഡമിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലേക്കോ മാറ്റി നിർത്തിയാൽ എന്ത് നടപടിയാണ്? ആരാ എടുക്കുന്ന നടപടി? കോടതി ഏത് കോടതിയാണ് എടുക്കുന്നത്? ഞാൻ താങ്കളോടൊന്ന് ചോദിക്കട്ടെ. ജേക്കബ് തോമസിനെ ഒരു ദിവസം രാവിലെ 8 മണിക്ക് മുഖ്യമന്ത്രി വിളിച്ച് പറയുകയായിരുന്നല്ലോ, നിങ്ങൾ ലീവിൽ പോകണമെന്ന്, അല്ലേ? അപ്പോൾ
എത്ര തവണ ഏതെല്ലാം പിന്നെ IPS ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ADGP റാങ്കിലുള്ളവരെ എത്ര തവണ മാറ്റിയിട്ടുണ്ട്? എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ? എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന തത്തുല്യമായ പദവിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നതിൽ എന്താ തടസ്സം? ചെയ്തിട്ടില്ലേ? ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. നിരവധി എക്സാമ്പിൾസ് ഉണ്ട്. 18 ദിവസം കൊണ്ട് മാറ്റിയ ADGPമാരുണ്ട്, 12 ദിവസം കൊണ്ട് മാറ്റിയ DGPമാരുണ്ട്. ഒരേ പദവിയിലാണ് അവരിരിക്കുന്നത്. അവിടെ കേഡർ ഒന്ന് തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ടോടുകൂടി നിർബന്ധമായി ചെയ്യാൻ കഴിയും. നിങ്ങൾ ആരോടായി സംസാരിക്കും? കേരളീയ സമൂഹത്തിൽ വിവരമുള്ളവരില്ലെന്നാണ് താങ്കൾ കരുതുന്നത്? അപ്പോൾ അത് കഴിയില്ല, ഞങ്ങൾക്ക് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പോയിച്ചളയും. ഇത്തരം വിഡ്ഢിത്തരങ്ങൾ, ഇത്തരം പമ്പര വിഡ്ഢിത്തരങ്ങൾ കുറെ നാളുകളായി നിങ്ങൾ പറയുന്നു. പറയേണ്ട നമ്മൾ ക്ഷമിച്ചിരിക്കാൻ. ഇതൊക്കെ കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനിൽകുമാറേ, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, ഞാൻ ആവർത്തിക്കുകയാണ്. താങ്കൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇങ്ങനെ വിവരക്കേണ്ടെന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ് ചക്കക്കൂട്ടൻ, ഇപ്പൊ ചക്കക്കൂട്ടൻ ഇങ്ങനെ കുഴച്ച് വെച്ചിരിക്കുക അൻവർ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്. ചക്കക്കൂട്ടാൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുഴച്ച് വെച്ചു കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക്. 1, 2, 3 ദിവസം നിന്നാൽ തീരില്ല അത്. ഇതിനൊക്കെ മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി ഒരുപാട് ബുദ്ധിമുട്ടും. ശരി, മറുപടി പറയുകയാണോ അതോ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള പ്രതിരോധം തീർക്കുകയാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരമാണോ വരികയെന്നാണ് നമുക്ക് അറിയേണ്ടത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇനി അൻവർ പറഞ്ഞാൽ ഞാൻ പറയും, ഞാനും മറുപടി പറയും. പറയട്ടെന്നേ, ഇനിയും ഇരിക്കാമെന്ന് കൂടി പറഞ്ഞു. അൻവറെ ഭീഷണിപ്പെടുത്തി നോക്കി മുഖ്യമന്ത്രി. അതെ, മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രി ഒരു ഭാഗത്തോട് ഭീഷണിപ്പെടുത്തി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, ദയവ് ചെയ്ത് താങ്കളൊന്നും മിണ്ടാതിരിക്കണം, ഇനിയൊന്നും പറയരുതേ, താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സാമം, ഭേദം, ദണ്ണം ഇതെല്ലാം ഉപയോഗിച്ച് നോക്കി. ഇതൊന്നും കേൾക്കാതെ അൻവർ വീണ്ടും പിന്നെ എന്താ പറയുന്നത്, 100% സ്പീഡിൽ, പിന്നെ 100 ഇരട്ടി വേഗതയിൽ വന്ന് അടിച്ചെങ്കിൽ അതിന് മറുപടി പറയണം മുഖ്യമന്ത്രി. ശരി, ADGP തുടരുന്നതിൽ എന്താണ് നിസ്സഹായത, മുഖ്യമന്ത്രിക്കുള്ള നിസ്സഹായത എന്താണ് എന്നുള്ള ചോദ്യമാണ് അൻവർ ഉയർത്തുന്നത്. ഞാൻ NM പിയേഴ്സണിലേക്ക്, എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും അൻവറിന്റെ ഈ പ്രതികരണങ്ങൾ? ഇക്കാര്യത്തിൽ പാർട്ടി എന്താണ്? മടങ്ങിയെത്താം. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ അൻവർ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും എന്നാണ് അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ നടന്നിരുന്ന സംഘർഷങ്ങളുണ്ടല്ലോ, പാർട്ടിക്കകത്ത് നടന്ന VS-ഉം പിണറായി വിജയനും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, അതുകൂടാതെ ഇപ്പോൾ ഒഞ്ചിയത്ത് നടന്ന കാര്യങ്ങൾ, TP ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് KK രമ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, മാഷാ അള്ളാ സ്റ്റിക്കർ എന്ന്. അതായത് TP-യുമായി താരതമ്യമില്ല എങ്കിൽ കൂടി അൻവറിൻ്റെ ഭാവിയും അതാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് രമ ഇടുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഞാൻ അൻവറിന്റെ പത്രസമ്മേളനം കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അതൊരു എപൊളിറ്റിക്കൽ ആയ ഒരു പ്രഭാഷണമായിട്ടാണ്, ഒരു ആരോപണമായിട്ടാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത്. എപൊളിറ്റിക്കൽ എന്ന് ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, BJPയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, CPM-നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ചില വ്യക്തികളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ വ്യക്തികളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനും ഒരു പ്രയോഗമുണ്ട്. വികാരിയസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അത്. അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ ഈ സമ്മേളനത്തിന്, ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് എന്നെ തൃപ്പൂണിത്തുറ ഒരു സഖാവ് വിളിച്ചിരുന്നു. ആ സഖാവ് ഈ അൻവറിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ അയാൾ എഴുന്നേറ്റ് നിന്ന് അയാളും ഭാര്യയും കൂടി കൈയടിച്ചെന്നാണ്. എന്താണ് അതിന് കാരണം? തനിക്ക് തന്റെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഉന്നയിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റു ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ, മറ്റു ചില ആളുകൾ ഉന്നയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സംതൃപ്തിയാണ്. ഇത് തന്നെയാണ് അൻവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ സഹാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അരാഷ്ട്രീയമാണ് എന്ന് മാത്രമല്ല, അത് സാധാരണക്കാരന്റെ കോമൺ സെൻസിനെ അനുസരിച്ച് നടത്തപ്പെടുന്ന ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ അനിൽകുമാർ സംസാരിക്കുമ്പോൾ ഇതുപോലെയുള്ള എത്രമാത്രം വെല്ലുവിളികൾക്കും ആരോപണങ്ങൾക്കും വിധേയനായ ഒരാളാണ് പിണറായി വിജയൻ, അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് എന്ന് അനിൽകുമാർ പറയുകയുണ്ടായി.
എന്താണ് പിണറായിയിൽ ഇപ്പൊ അവശേഷിക്കുന്നത്? പിണറായിയുടെ ക്രെഡിബിലിറ്റിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചിലപ്പോൾ ശരിയായിരിക്കാം, ഇനിയും ജയിച്ചേക്കാം CPM. പക്ഷെ എന്ത് പറ്റി പിണറായി എന്ന് പറയുന്നതായിട്ടുള്ള ബിംബം അത് തകർന്നൊടിഞ്ഞ് തരിപ്പണമായി കഴിഞ്ഞിരിക്കാൻ? കേരളത്തിൽ ഒരൊറ്റ മനുഷ്യൻ പോലും പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള ബിംബത്തെ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കാനായിട്ട് കഴിയാതിരുന്നത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPM-ന്റെ ഒരു പാർട്ടി പ്രവർത്തകരും ഒരു വക്താവും ചർച്ചയിലൊന്നും അതിനെ ന്യായീകരിക്കാനായിട്ട് വരായിരുന്നു. ഇന്ന് ഈ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം വിജയരാഘവനോട് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? എന്ത് മാർക്സിസ്റ്റ് ഇച്ഛാശക്തിയാണ് അതിൻ്റെ അകത്തുള്ളത്? ഒരു ഇച്ഛാശക്തിയും അതിനകത്തില്ല. കാരണം എന്താണ്? പാർട്ടിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അഴിമതിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന ഒരാളാണ്. P. ശശിയും മരുമകൻ റിയാസും പിണറായി വിജയനും ഒരുമിച്ച് നടത്തുന്ന ഭരണമാണ് കേരളത്തിന്റെ ഭരണം. ആ ഭരണത്തിനെ പിണറായി വിജയന്റെ കിച്ചൺ ക്യാബിനറ്റിന് മുമ്പിൽ തൊപ്പി വെച്ച് നിൽക്കുന്നതായിട്ടുള്ള ADGP, ഇതിൽ കൂടുതൽ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കളിയാക്കാനായിട്ടുള്ളത്, പരിഹസിക്കാനായിട്ടുള്ളത്? ഇയാൾ പരിഹസിക്കുന്ന സമയത്ത് നിങ്ങളുടെ MLA ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഇയാളെ ചുവന്നുകൊണ്ട് നടക്കുന്നത്? ആ തരത്തിലുള്ള പരിഹാസം അയാൾ നടത്തുകയും ഇപ്പോഴും നിങ്ങളുടെ MLA ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്ത് വിശ്വസിക്കണം? ഇയാൾ ദിവസവും പത്രസമ്മേളനം നടത്തി, എത്ര ദിവസവും നടത്തിയിട്ട് നിങ്ങൾ എന്താണ് ഇയാൾക്കെതിരെ ചെയ്തത്? നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടുള്ള ശേഷിയില്ല. ഇയാൾ മുഴുവൻ പറയുന്ന നുണയാണ്, ഇയാൾ മുഴുവൻ പറയുന്ന തെറ്റാണ്, ഇയാളുടെ ആരോപണങ്ങൾ മുഴുവനും കുഴിച്ചുകൂടേണ്ടതാണെന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സഹാക്കളൊക്കെ നിങ്ങൾ എന്താ ചെയ്തത്? അരിഞ്ഞ് പുറത്തു കളഞ്ഞിരുന്നില്ലേ? എത്ര ആളുകൾ, എത്ര സഹാക്കൾ അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സമയവും അവന്റെ രക്തവും ചോരയും അതേപോലെ തന്നെ വിയർപ്പും ഒക്കെ ഈ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് അവർ എതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ ആ നിമിഷത്തിൽ അവരുടെ കയ്യും കാലും വെട്ടിക്കളഞ്ഞില്ലേ? നേരത്തെ ചോദിച്ച TP ചന്ദ്രശേഖരനെ എന്തിനു വെട്ടിക്കുന്നു? എത്രയോ സഹാക്കൾ വെട്ടുകൊള്ളാതെ ചത്തു കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ആളുകളെ നശിപ്പിച്ച, ഇല്ലാതാക്കിയ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് വന്നിരുന്ന ഒരുത്തൻ നിരങ്ങുമ്പോൾ ഈ വർത്തമാനം പറയാനാണ് നിങ്ങൾ നടക്കുന്നത്? അതാണ് കേരളം ചോദിക്കുന്നത്, അതാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ഇയാൾ പറയുന്നത് മുഴുവനും തോന്നിയാസമാണ് എങ്കിൽ, അസംബന്ധമാണ് എങ്കിൽ അയാൾക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കണം. നിങ്ങൾ എന്തിനാ ഇയാളെയും ചുവന്നുകൊണ്ട് നടക്കണം? അയാൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ഭരണം പോകില്ലല്ലോ. പിന്നെ എന്തിനാ എല്ലാ ദിവസവും അയാളെ ഈ ടെലിവിഷനിൽ കയറ്റിയെടുത്ത് നിങ്ങൾ വർത്തമാനം പറയിപ്പിക്കുന്നത്? ശ്രീ NMPS നടപടിയെടുക്കണമെന്ന് പറയുമ്പോൾ നിലവിൽ തന്നെ അൻവറിനെതിരെ നിരവധി കേസുകളുണ്ട്. അതിനൊക്കെ ഒരു വേഗം വെക്കാൻ സാധ്യതയുണ്ട്. അത് അൻവർ ഭയക്കുന്നുണ്ട്. എന്നെ പ്രതിയാക്കുന്നു, എന്നെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നാണല്ലോ അൻവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കടത്തുകാരുടെ സംഘാംഗമായി എന്നെയും കൂടി ചേർത്ത് വെക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്റെ സ്മൃതി, ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഈ പാർട്ടി എന്താണ് കേരളത്തിലുള്ള ത്യാഗസമ്പന്നരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളോട് കാണിച്ചിട്ടുള്ളത്? അവർക്ക് ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും വർത്തമാനം പറയാനായിട്ട്, വിമർശിക്കാനായിട്ട് അവസരം കൊടുക്കാത്തതായിട്ടുള്ള പാർട്ടിയാണ്. ഒരു മാസക്കാലമായിട്ട് എല്ലാ ദിവസവും ടെലിവിഷനിലേക്ക് കൊണ്ടുവന്ന് PV അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യരെത്തി വർത്തമാനം പറയിപ്പിക്കുന്നത്. അതെന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. അയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും തെറ്റാണ്, അയാൾ നുണയനാണ്, അസംബന്ധം നടത്തുന്നതാണ്, കള്ളക്കടത്തുകാരനാണ്. നിങ്ങൾ എന്തിനാ നടക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ജനങ്ങൾ മുഴുവനും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുള്ള ഈ ADGP എന്ന് പറയുന്നവന് എന്തിനാണ് ഈ ഭാണ്ഡത്തിന് എന്തിനാണ് നിങ്ങൾ ചോദിച്ചു നടക്കുക? ഇവനെതിരെ നടപടി എടുത്തതിന്റെ CPM ഇടതുപക്ഷ രാഷ്ട്രീയം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പൊ നിങ്ങളിതെല്ലാം ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ കരുതുന്നത് എന്താണ്? ADGP എന്ന് പറയുന്നവൻ പിണറായി വിജയന് വേണ്ടിയിട്ട് ദൂത് പോവുകയും അവൻ CPM-നകത്തെ കുഴിബോംബായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് സഹാക്കൾ വിചാരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് തിരുത്ത്. അതാണ് പ്രശ്നം. നിങ്ങൾ നടപടി എടുക്കേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്ട് ഇയാളെ ദിവസം ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് സഹാക്കൾക്ക് തോന്നുക, സഹാക്കൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക. ഇനി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് ആഹ്ലാദം തോന്നുക.
അല്ല, അവിടേക്ക് അൻവറിനെ ക്ഷണിക്കണമെന്ന് പോലും പറഞ്ഞ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ അൻവറിനെ പ്രസംഗിക്കാൻ വിളിക്കണം എന്ന് വരെ പറഞ്ഞ ആരാധകരായ സഖാക്കൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അല്ല, എനിക്കിത് ഈ ടി വി അൻവർ എന്ന് പറയുന്നതാണോ പുതിയ കേരളത്തിലെ കാറൽ മാർക്സ്? അങ്ങനെ ഒരു കാറൽ മാർക്സിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അനിൽകുമാറിനെ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലാത്തായിരുന്നു. ശരി, നമുക്ക് അനിൽകുമാറിന്റെ മറുപടി കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇതിനെതിരെ ഇത്രയും അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുമെന്ന് നിങ്ങളും കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ പിയേഴ്സൺ ചോദിച്ച പോലെ ഇത്രയധികം സംസാരിക്കാൻ നിങ്ങൾ പി വി അൻവറിന് അവസരം നൽകി. നിങ്ങളാണ് പി വി അൻവറിനെ തുറന്നു വിട്ടത്. AK സെന്റർ ബോംബെറിയാൻ വേണ്ടി കെ സുധാകരൻ്റെ അനുയായികളെ പറഞ്ഞു വിട്ടല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങളാണ് ബോംബെറിഞ്ഞതെന്ന് പറഞ്ഞവരാണ് ഇവരതൊക്കെ കിടക്കട്ടെ. അതിനേക്കാൾ വലിയ ബോംബ് അൻവറിൻ്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ അൻവറിൻ്റെ പുറകെ നടക്കണ്ടേ? ഞങ്ങൾ അൻവറിൻ്റെ പുറകെ അല്ല നടന്നത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടവർക്കെല്ലാം മനസ്സിലായില്ലേ കാര്യം? അൻവർ കൊടുത്ത പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ പരാതി കേട്ട് ജനാധിപത്യപരമായി നിയമപരമായി തീർപ്പാക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷേ പി ശശിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമില്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയല്ലാതെ പറയുകയും ചെയ്തല്ലോ. ശ്രീ അനിൽകുമാർ, ഞാൻ പറയട്ടെ സാർ, പി ശശിയുമായി ബന്ധപ്പെട്ട് സാർ, ഈ രണ്ടുപേര് സംസാരിച്ചപ്പോൾ പുട്ടിന് പീരയിടുന്ന പോലെ ആ ADGP എഴുതി കൊടുത്ത് പിണറായി വായിച്ചെന്നൊക്കെ സ്മൃതി പറയുന്നത് കേട്ടായിരുന്നു ഞാൻ. എനിക്ക് പീരയല്ലോ ഇട്ടു തരുന്നേ. അതുകൊണ്ട് പീരയിടുന്ന പരിപാടി കേട്ടിരുന്നാൽ നടക്കുകയല്ല ചർച്ചയിൽ. ഞാൻ ഈ രണ്ടാൾ താങ്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയാം. അത് നടക്കുന്ന പരിപാടിയല്ല. പുട്ടിന് പീരയോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ശശിയുമായി നിങ്ങൾ ഞാൻ പറയുന്ന ഇടയ്ക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ സൗകര്യപ്പെടുകയല്ല മറുപടി പറയാൻ. ഞാൻ പറയുന്ന ഇടയ്ക്ക് ചോദ്യങ്ങൾ അങ്ങപ്പറേ ചാമക്കാല പറഞ്ഞപ്പോൾ അൻവറിന്റെ പത്രസമ്മേളനം മുഴുവൻ ഛർദ്ദിച്ചു. വീണ്ടും ആ ഛർദിയുടെ കൂടെ നല്ല ഭാഷ ഉപയോഗിക്കാനുള്ള അവസ്ഥയിലേക്ക് താങ്കൾ എത്തിയെന്നാണ് ഞാൻ കരുതിയത്. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഭാഷ മുൻപും പ്രശ്നമായിട്ടുണ്ട്. ഞാനിവിടെ പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ തന്നെയാണ് ഉദ്ധരിക്കുക. അത് തന്നെയാണ് ഇന്നത്തെ വാർത്ത. എന്താ സംശയം? എന്റെ ഭാഷ എന്താണ് സംശയം? അത് തന്നെ. ആ അൻവറുടെ ഛർദി എടുത്ത് വീണ്ടും നിങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടു. ശരി, അൻവറിന്റെ ഛർദിയായിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അങ്ങനെ ഛർദിക്കാൻ നിങ്ങളാണല്ലോ ഇടകൊടുത്തത്. ശ്രീ അനിൽകുമാർ, അവതരിപ്പിക്കുന്ന കണ്ടു. ഛർദിക്കാൻ ഇടകൊടുത്തത് അതെ, അത് പറയട്ടെ. അത് പറയുമ്പോ ഞാൻ പറയുന്നതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരാതെ നിങ്ങൾ വീണ്ടും പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുകയില്ല. അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, മറുപടി പറയാനാണ് വന്നിരിക്കുന്നത്. മറുപടി പറയുമ്പോൾ പിടിച്ചോണം. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ എത്ര കെട്ടുകഥകളാണ്, കമല ഇൻ്റർനാഷണൽ മുതൽ എത്ര കെട്ടുകഥകളാണ് ഇവിടെ ആഘോഷിക്കാത്തത്? കൈതോലപ്പായ ഞങ്ങൾ ജെട്ടിയ AK സെൻറ്റർ പൊളിഞ്ഞോ? അതുപോലെ പുതിയ കഥകളുമായിട്ട് വന്നാൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട, സൗജന്യം വേണ്ട. അതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാം കൂടെ കൈയടിക്കുകയാണ് അൻവറിന്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നൂടെ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വർത്താനം പറയണ്ട. അത് തൃപ്പൂണിത്തുറയിൽ ആരാണ്ട് കൈയടിച്ചെന്ന് ഉടനെ അതിവിടെ പറയാൻ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ പ്രതിനിധികൾ? ഈ ന്യായമൊന്നും ഞങ്ങളുടെ തിറക്കരുത് കേട്ടോ. ഇതൊന്നും ഈ നാട്ടിൽ ചിലവാകില്ല. ഉടനെ നിങ്ങൾ വേറെ KK രമൻ പറഞ്ഞു, അതും ഇങ്ങോട്ട് ഇട്ടുകൊടുത്തല്ലോ. KK രമൻ പറഞ്ഞു ഇട്ടുകൊടുത്തല്ലോ. ആ കോടതിയിലെ കേസിൽ തെളിഞ്ഞിരിക്കുന്ന CPM-ന് പങ്കില്ലെന്നാ കേട്ടോ. പി മോഹനെ വെറുതെ വിട്ടപ്പോൾ പി മോഹന് പങ്കില്ലെന്നാ, CPM-ന് പങ്കില്ലെന്നാ. അതിൻ്റെ വിധി വായിച്ചു നോക്ക്. ഞങ്ങൾക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കിയ DYSPയുടെ പേരിൽ വിചാരണ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്ന കോടതി വിധി അങ്ങോട്ട് വായിച്ചു നോക്ക്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങ് അരച്ച് കലക്കി കുടിച്ച് തീർക്കാൻ വേണ്ടി കുറേ ആളുകൾ വൈരാഗ്യത്തോടെ തിരക്കഥ ഉണ്ടാക്കും. ആ തിരക്കഥയിൽ അൻവറിനെ കൂടെ നിങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ കേരളത്തോട് പറയുന്ന കാര്യം എന്താണ്? അൻവർ എന്തു തെറ്റാണ് ചെയ്തത്? ഇവിടെ സ്മൃതി എന്നോട് ചോദിച്ചല്ലോ, മലപ്പുറം എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വേറൊരു ഉദ്ദേശമുണ്ടോ? നമ്മൾ കേരളത്തിൽ കേട്ടില്ലേ, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത്, ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത്, ബിരിയാണി ചെമ്പിൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത്. ആരാ ഇവിടെ പറഞ്ഞത്? ആ പറഞ്ഞപ്പോഴല്ല ഇങ്ങനൊരു ചോദ്യം സ്മൃതി ചോദിച്ചിട്ടുണ്ടോ?
അത് മുഴുവൻ കേട്ടൊരു സർക്കാരല്ലേ ഇടതുപക്ഷ സർക്കാർ. ഞങ്ങൾക്കെന്താ ബന്ധം? ഞങ്ങൾക്ക് ആർക്കാ ബന്ധം? ഞങ്ങളുടെ ആർക്കും ഒരു പങ്കാളിത്തം ഇല്ല. അപ്പം ഞങ്ങൾക്കൊരു പങ്കാളിത്തം ഇല്ലെങ്കിൽ പോലും ഞങ്ങളെ വല്ലാണ്ട് ആക്രമിക്കാൻ ഇത്തരം കെട്ടുകഥകൾ ഉപയോഗിച്ചൊരു സന്ദർഭത്തിൽ ഇപ്പോൾ അൻവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് വസ്തുതയുണ്ടെങ്കിൽ നിയമപരമായ നടപടി, വസ്തുതയില്ലെങ്കിൽ തള്ളിക്കളയും. ഇത്രയുള്ള കാര്യം. ശരി, താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പറയട്ടെ. താങ്കൾ പറയുന്ന അൻവറിന്റെ ഛർദിയിലാണല്ലോ ഗൗരവമായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ആണല്ലോ. അൻവർ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചപ്പോഴാണല്ലോ അതും പരിശോധിക്കുമെന്ന് പറഞ്ഞത്. പിന്നീട് മാറ്റി പറഞ്ഞു. പക്ഷേ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം പറയുന്നതാണല്ലോ പ്രധാനം. ആദ്യം കൊടുത്ത പരാതി രണ്ടാമത് കൊടുത്ത പരാതിയല്ല, ആദ്യം കൊടുത്ത പരാതി. അപ്പോൾ ആദ്യം പറഞ്ഞത് പ്രധാനമാണല്ലോ. അങ്ങനെയല്ല. നിങ്ങൾ തെറ്റിപ്പിക്കരുത്. അൻവർ പി ശശിക്കെതിരായി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തില്ല. എന്തുകൊണ്ട്? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ പി ശശി വരുമല്ലോ. എന്തിന് പി ശശിയോട് ഈ സൗജന്യം? എന്തിന് പി ശശിയെ അൻവർ ഒഴിവാക്കി? ഒന്നാമത്തെ ചോദ്യം. പി ശശിയുടെ കാര്യം പാർട്ടിയോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു. ഞാൻ പറയട്ടെ സാർ, ദയവായി കേൾക്കൂ സാർ. അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അന്ന് അതിനെ വിശദീകരിച്ചാണ് ഞാൻ പറയുന്നത്. ശശിയെ രണ്ടാമത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഗോവിന്ദ മാഷെ കാണുന്നു. നിങ്ങൾ കേൾക്കൂ മിസ്റ്റർ, ശ്രീമതി കേൾക്കൂ, ദയവായി കേൾക്കൂ. രണ്ടാമത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഗോവിന്ദ മാഷെ കാണുന്നു. മാഷെ കണ്ടപ്പോഴോ പരാതി കൊടുക്കുന്നു. പരാതി ആരെക്കുറിച്ചാണ്? പി ശശിയെക്കുറിച്ചല്ല, പരാതി ADGPയെ കുറിച്ചാണ്. ആ പരാതി ഗൗരവമുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി ഗോവിന്ദ മാഷ് പറഞ്ഞതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഗൗരവമുള്ള പരാതിയാണ് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞ പി ശശിയെക്കുറിച്ചുള്ള പരാതി അല്ല എന്ന് നിങ്ങൾക്കറിയില്ല എന്നിട്ടാണോ ഈ വസ്തുതാവിരുദ്ധമായ കാര്യം എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? മൂന്നാമതാണ്, പി ശശിക്കെതിരായി പരാതി കൊടുത്തു. രണ്ടാമത്തെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത രണ്ടാമത്തെ പരാതി പി ശശിക്കെതിരായി പരാതി കൊടുത്തു. അത് ഗൗരവമുള്ളതാണ് എന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ ക്രോണോളജിക്കലായ ഓർഡർ വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ട് പോലീസിന് കൊടുത്ത പരാതിയിൽ പി ശശി ഒഴിവാക്കി. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ആ സൗജന്യം അൻവറിൻ്റെ വേണ്ട. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി. പിണറായി വിജയനോടോ മുഹമ്മദ് റിയാസിനോടോ അല്ലെങ്കിൽ പി ശശിയോടോ ഒരു സൗജന്യവും വേണ്ട. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട പിയേഴ്സൺ പറഞ്ഞല്ലോ, എന്താണ് അപ്പൊളിറ്റിക്കലാണ്, പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കയ്യിലാണ്. അതൊക്കെ കൈവച്ചാൽ മതി കേട്ടോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 5.25 ലക്ഷം പാർട്ടി അംഗങ്ങൾക്ക് ആത്മാഭിമാനമില്ലേ? ഇതിൻ്റെ കമ്മിറ്റിയിലുള്ള സഖാക്കൾക്കും നേതാക്കന്മാർക്കും അഭിമാനമില്ലേ? 1-2 പേർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പാർട്ടി ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് വ്യാജമായ ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ ഇവിടുത്തെ വലതുപക്ഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ വലിയ സംസ്കൃത ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയായി ചില കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ പിണറായി വിജയൻ എന്താണോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതാണ് പിന്നീട് പാർട്ടി തീരുമാനം. അതാണ് പറയുന്നത്, ഒരേ ഒരു നേതാവ്, ഒരേ ഒരു തീരുമാനം. ദയവായി ഒരു കാര്യം, അവതാരക സത്യവിരുദ്ധമായ കാര്യം പറയരുത്. സഖാവ് ഗോവിന്ദൻ മാഷ് ഗൗരവമുള്ള കാര്യമെന്ന് പറഞ്ഞത് ഏത് പരാതിയെക്കുറിച്ചാണ്? ADGPയെ കുറിച്ചുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അതാണ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തത്. പി ശശിയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതും പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ താങ്കൾ എടുത്തു നോക്കൂ പഴയ ബൈറ്റുകൾ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ. പി ശശിക്കെതിരായ പരാതി ഗൗരവമുള്ള പരാതിയാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു എന്ന് ഈ അവതാരക നിലയ്ക്ക് നല്ല ബോധമുണ്ടല്ലോ. എന്ത് സാങ്കേതികത്വമാണ് പറയുന്നത്? താങ്കൾ പറയുന്ന ADGPയുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിലുള്ള പരാതി, ശരി, ഗൗരവത്തിലുള്ള പരാതി അൻവർ പറഞ്ഞത് പോട്ടെ, ഇവിടെ CPI പറയുന്നുണ്ടല്ലോ 4 അന്വേഷണങ്ങളാണ്. എന്താണ് ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് തടസ്സം? എന്താണ് ആ നിസ്സഹായ അവസ്ഥ? ജനത്തിന് അറിയണമെന്നേ ശ്രീ അനിൽകുമാർ. ജനങ്ങളോട് പറയാം. അതിന് മുന്നേ സ്മൃതിയോടൊരു കാര്യം. സ്മൃതി ഇപ്പം ഇതിൻ്റെ അകത്തൊരു വഞ്ചന കാണിച്ചു. എന്താണ് ഗൗരവമായ പരാതി എന്ന് പറയുന്നത്? പി ശശിയെ കുറിച്ചാണോ ADGPയെ കുറിച്ചാണോ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? ADGPയെ കുറിച്ചുള്ള പരാതിയാണ്.
അത് തിരിച്ച് പി ശശിയുമായി കൂട്ടിക്കുഴച്ചു എന്നുള്ള ഒരു വഞ്ചന ഈ ചർച്ചയ്ക്കിടയിൽ അവതാരിക നടത്താൻ പാടില്ലായിരുന്നു. അതിന് മറുപടി പറയുമ്പം അവതാരക ചെയ്യുന്ന കാര്യം എന്താണ്? എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ ചർച്ചയ്ക്ക് വന്നിരിക്കുമോ? ഒരു ധൈര്യക്കുറവില്ല, തൻ്റെ ഇടക്കുറവില്ല. ഇനി ADGP നിലനിർത്തിയിരിക്കുന്ന കാര്യം പാർട്ടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു പോയിന്റ് എന്താണ്? ഒരാളൊരു പരാതി ഉന്നയിച്ചാൽ ഉടനെ സ്ഥാനത്തുനിന്ന് മാറ്റൂല. ആ പരാതിയിൽ അന്വേഷണമുണ്ട്. 4 അന്വേഷണമാണ്. വസ്തുതകൾ എത്തിക്കഴിഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണോ നടപടി, കർശന നടപടിയാവും. അത് നിങ്ങൾ പറയുന്നത് ഒരു സ്ഥാനത്ത് മാറ്റൽ മാത്രമായിരിക്കില്ല, അതിനേക്കാൾ വലിയ നടപടിയായിരിക്കും. പക്ഷെ വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യം എന്താണ്? ആക്ഷേപം ഉന്നയിച്ചാൽ ഉടനെ, അത് ഭരണകക്ഷി MLA ഉടനെ ഒരു കളക്ടർക്കെതിരെ പറഞ്ഞു, ഒരു SP-ക്കെതിരെ പറഞ്ഞു, ഉടനെ അങ്ങ് മാറ്റാം. ആ പരിപാടിയില്ല. അതുകൊണ്ട് ADGP എന്നല്ല ഒരു ഉദ്യോഗസ്ഥനെയും തെറ്റായി സംരക്ഷിക്കില്ല. നിയമപരമായി മാത്രമേ സർക്കാർ പ്രവർത്തിക്കൂ. ആ നിയമാനുസരണമുള്ള പ്രവർത്തനം പിണറായി വിജയൻ കൊടുക്കുന്ന ഏതോ ഒരു കാര്യത്തിനുള്ള സംരക്ഷണമാണ് എന്നുള്ള വ്യാഖ്യാനമൊക്കെ തെറ്റാണ്. കേന്ദ്ര സർക്കാരിന്റെയോ RSSന്റെയോ ഒരു സൗജന്യവും ഈ കേരളത്തിലെ LDF-ന് വേണ്ട, പിണറായി വിജയൻ വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട. അതിൽ രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത്. ഇതാണ് CPI ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ പറയുന്ന അരാഷ്ട്രീയ ആരോപണങ്ങൾ അവിടെ മാറ്റി നിർത്തൂ. കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകൂ. പക്ഷേ ഇതങ്ങനെയല്ല. RSS ADGP കൂടിക്കാഴ്ച രാഷ്ട്രീയ വിഷയമാണ്. അത് DGP റിപ്പോർട്ട് തരുമത്രേ. ആരോടാണ് ശ്രീ അനിൽകുമാർ പറയുന്നത്? മറുപടി പറയട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, RSS ഇവിടെ നിരോധിക്കപ്പെടേണ്ട സംഘടന എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവരൊരു തരത്തിലും സ്വീകാര്യമല്ലാത്ത തെറ്റ് ചെയ്യുന്ന സംഘടനയാണ്. നമ്മുടെ രാജ്യത്തിന് ഭാരമാണ് ആ സംഘടന. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്നത്തെ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയാണ്. അതിനെ എതിർക്കുന്ന പാർട്ടിയാണ് CPM. അതിനു മുമ്പ് നടന്ന നിങ്ങൾ നിരോധിക്കപ്പെടാത്തൊരു സംഘടനയുടെ ഒരു ഭാരവാഹിയെ ഒരു ഉദ്യോഗസ്ഥൻ, അതിനു മുമ്പ് പറഞ്ഞ ഏത് കൂടിക്കാഴ്ചയിലുണ്ട്, എല്ലാ കൂടിക്കാഴ്ചയെ കുറിച്ചാണ് പറയണത്. ഒരു നിരോധിക്കപ്പെടാത്തൊരു സംഘടനയുടെ ഭാരവാഹിയെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടാൽ ഏത് ചട്ടപ്രകാരം നടപടിയെടുക്കും? രാഷ്ട്രീയമായി CPM-ന് തൃപ്തിയില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ADGP ചെയ്തത് നല്ലതാണെന്നല്ല, തെറ്റാണെന്നാണ്. CPM-ന് അതിലൊരു വിമർശനമില്ല. അതല്ലേ ഞങ്ങളുടെ നിലപാട്. അത് വിമർശനം ഉണ്ടല്ലോ. സംശയം എന്താണ്? നിങ്ങൾ അമ്പരക്കൊന്നും വേണ്ടപ്പാ. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. ആർക്കും അമ്പരപ്പം ഉണ്ടാവില്ല. പിന്നെ വിവാദം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ കുറെ വിവാദം ഉണ്ടാവും. അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കൂടിക്കാഴ്ചയിലല്ല RSSനോടുള്ള CPM-ന്റെ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെ കരുത്ത് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആ തന്റെ ഇടമുണ്ട്, അഭിമാനം. നിങ്ങൾ ആ തന്റെ ഇടം കാണിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും പൊതുസമ്മേളനം വിളിക്കാൻ പോവുകയാണ് PV അൻവർ. താങ്കൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം, TP കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയാനുള്ള ആ ഒരു ഉറച്ച ധൈര്യമുണ്ടല്ലോ, അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ. CPM-ന്റെ നേതാക്കൾ, ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് TP കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പാർട്ടിക്ക് പങ്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് പങ്കാവൂ. ശരി. TP കേസ് അതുമില്ല എന്നാണോ? അല്ലല്ല, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. മനസ്സിലായില്ല. സ്വന്തം വീട്ടിൽ പോയി മനസ്സിലായില്ല. എന്നോട് ചോദിക്കരുത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മനോഹരമായ ഭാഷാ സംസ്കാരം ജനം കാണുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നല്ല സംസ്കാരം, നിങ്ങളുടെ നല്ല സംസ്കാരമല്ലേ? ജനം കാണുന്നുണ്ടെന്നേ. മര്യാദകേട്. താങ്കൾ എല്ലാ രാഷ്ട്രീയമായ മറുപടി പറഞ്ഞാൽ കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ട എന്തിനാണെന്ന് പറയാമോ? കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്തൻ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്? കുഞ്ഞനന്തൻ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്? DYSP എന്തിനാണ്? ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല. നിങ്ങളെ പോലെ കുഞ്ഞനന്തൻ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത്? കോൺഗ്രസിന് വിടുപണി ചെയ്യുന്ന ആളുകൾ, കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? വിടുപണി ചെയ്യുന്ന ആളുകൾ താങ്കൾക്ക് അത് ഞാൻ പറയാം. ഞാൻ പറയട്ടെ, കോൺഗ്രസിന് വിടുപണി ചെയ്യുന്ന ആളുകൾ, കുഞ്ഞനന്തൻ ശിക്ഷിക്കപ്പെട്ട കോൺഗ്രസിന് വിടുപണി ചെയ്യുന്ന ആളുകളെ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കുമ്പോൾ നിർഭയമായി തന്റെ ഇടത്തോടെ പറയുന്നത് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ചെയ്യുന്നത് വിടുപണിയാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ വാർത്താ സമ്മേളനം നിങ്ങളുടെ പാർട്ടി ചാനലിലും ഉണ്ടായിരുന്നു. ആ വിടുപണി തുടക്കത്തിൽ നിങ്ങളുടെ ചാനലിലും ഉണ്ടായിരുന്നു.
TP കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ എന്തിനാണ് പാർട്ടി നേതാക്കൾ KC രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ ഇവരെന്തിനാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് പറയൂ താങ്കൾ. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയ മര്യാദ. ഇതാണ് നിങ്ങളുടെ പാർട്ടി നിലപാട്, നിങ്ങളുടെ പാർട്ടിയുടെ പൊതു നിലപാടാണോ എന്ന് താങ്കൾ വ്യക്തമാക്കിയിട്ട് പോകും. അത് നിങ്ങളുടെ മര്യാദ, നിങ്ങളുടെ രാഷ്ട്രീയ മര്യാദ. ശ്രീ അനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ രാഷ്ട്രീയ മര്യാദ. ദയവായി കേൾക്കൂ. ഇനി ദയവായി കേൾക്കാനോ? ഈ മര്യാദഘട്ട വർത്തമാനം പറഞ്ഞിട്ട് ദയവായി കേൾക്കാൻ മര്യാദ ഇല്ലല്ലോ. TP കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്ന മര്യാദ കേട്ടിന് മര്യാദ കേട്ട് തന്നെയാണ്. അല്ലെ, നിങ്ങൾ പറഞ്ഞല്ലോ പാർട്ടിക്ക് പങ്കില്ല. ദയവായി കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കണം. കേൾക്കുന്ന ഇത്രേ ഉള്ളൂ, അന്തസ്സുണ്ട കേൾക്കണം. ഞാൻ പറഞ്ഞുതരാം. ജേക്കബ് തോമസ്, DGP ജേക്കബ് തോമസ് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ജേക്കബ് തോമസ് പറഞ്ഞു, ഇത് വ്യക്തിവിദ്വേഷത്തിന്റെ ഭാഗമായ കൊലപാതകമാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അട്ടിമറിച്ചതിന്റെ തെളിവ് ഞാൻ ഹാജരാക്കാം. എന്താ തെളിവ്? അത് അന്വേഷിച്ച DYSPയുടെ പേരിൽ കേസെടുക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്തിന്? ഗൂഢാലോചന നടത്തിയതിന് വ്യാജ മകസറുണ്ടാക്കി. നിങ്ങൾ ആ കേസിന്റെ വിധി വായിച്ചു നോക്ക്. അതുകൊണ്ട് TP കേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒളിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പത്രസമ്മേളനം എടുത്ത് വായിക്കുക, റീഡ് ചെയ്യുക. അത് തന്നെ. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കര പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയം കഴിഞ്ഞിരിക്കുന്നു. ജേക്കബ് തോമസിന്റെ പത്രസമ്മേളനം, DGPയുടെ പത്രസമ്മേളനം കേൾപ്പിക്ക്. ഇവിടെ സ്മൃതി സംസാരിക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കാം. എനിക്ക് ഈ പറഞ്ഞതിനൊക്കെ മറുപടി ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനിവിടെ അവസാനിപ്പിക്കാം. എന്താ വേണ്ടത് സ്മൃതി തീരുമാനിക്കൂ. താങ്കൾ വേഗം പറഞ്ഞോളൂ. കൃത്യമായി മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ഇവിടെ നോക്കൂ. ഇവിടെ B ശശിക്കെതിരെയുള്ള അഴിമതി അന്വേഷിക്കേണ്ടതില്ല, പരാതി അന്വേഷിക്കേണ്ടതില്ല എന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തോ മുഖ്യമന്ത്രിക്ക് കൊടുത്തോ എന്നുള്ളത് സെക്കൻഡറിയാണ്. അന്വേഷിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാൽ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അന്വേഷിക്കണമെന്ന് പറഞ്ഞത് തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ അവിടെ മുഖ്യമന്ത്രി ഏകാധിപതിയായി മാറുന്നു. ഞാൻ സമയ ചുരുക്കം പോലും വളരെ കുറച്ച് പറയുകയാണ്. പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ കേട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഥകൾ കേട്ടിട്ടാണോ P ശിവശങ്കരൻ ജയിലിൽ കിടന്നത് 100 ദിവസം? അദ്ദേഹം ഇപ്പോഴും ജാമ്യത്തിലാണല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴും മെഡിക്കൽ ബെയിലാണല്ലോ ലഭിച്ചിട്ടുള്ളത്. മറന്നുപോയോ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് Pearson. അതുകൊണ്ട് Pearson ഒന്നും മിണ്ടാൻ പാടില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ ജനാധിപത്യം. ഇനി Pearson എന്തായാലും അന്ന് മാഷാള്ള ഒട്ടിച്ച വണ്ടി അയച്ചില്ല. ഇവിടെ KK രമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് P മോഹനെ ശിക്ഷിക്കാത്തതുകൊണ്ട് ഇത് പാർട്ടി തീരുമാനമല്ല, അഥവാ പാർട്ടി കൊലപാതകമല്ലെന്നായി. കേരളീയ സമൂഹം മുഴുവൻ അംഗീകരിച്ച ഒരു പാർട്ടി കൊലപാതകം, ഇത്തരത്തിൽ മൃഗീയമായി കേരള രാഷ്ട്രീയ ചരിത്രം കണ്ടുള്ളതിൽ മൃഗീയമായ രാഷ്ട്രീയ കൊലപാതകം, ഈ കുഞ്ഞനന്ദനും രാമേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ശിക്ഷിക്കപ്പെട്ടിട്ട് അവരുടെ ശിക്ഷയെ പോലും അവരെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ട് പോലും ഞങ്ങളുടെ തെളിവുണ്ടെന്നാ ഇപ്പോഴും പറയും. ഇപ്പോഴും വെച്ചോണ്ടിരിക്കുക. തെളിവ് ഉണ്ടെങ്കിൽ കോടതി കൊണ്ട് കൊടുക്കുന്നേ. കോടതി ശിക്ഷിച്ചല്ലേ കുഞ്ഞനന്ദനെ? എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്ലോറിഫൈ ചെയ്തില്ലേ? അദ്ദേഹത്തിന് സ്മാരകം പഠിച്ചില്ലേ? എന്നിട്ട് ഇപ്പോഴും വന്നിരുന്ന് പബ്ലിക്കിന് മുമ്പിൽ പറയാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എവരെയൊക്കെ ഉണ്ടല്ലോ മുക്കാലിൽ കെട്ടിയടിക്കണം. ഈ CPM-മാരെ മുക്കാലിൽ കെട്ടിയടിക്കണം ഇത്തരത്തിൽ ഇവരൊക്കെ പറയുന്നവരെ. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു സരിയുടെ PV അൻവറിന്റെ ഛർദി വീണ്ടും ഞാനിവിടെ വന്ന് ആവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ PV അൻവർ നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ ഛർദി ഉണ്ടല്ലോ, ആ ഛർദി വാരി വിഴുങ്ങിയിട്ട് ഇത് അമൃതാണെന്നും പറഞ്ഞ് കഴിച്ചിട്ട് കൂടെ വെള്ളവും കുടിച്ചയാളാ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഓർമ്മയുണ്ടോ അനിൽകുമാറെ? ഓർമ്മയുണ്ടോ ആ മുഖ്യമന്ത്രിയോട് പറയുന്നതിനെ കുറിച്ചൊക്കെ? പിന്നെ ഇവിടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ആങ്കർമാരായിട്ട് വന്നു കഴിഞ്ഞാൽ അനിൽകുമാർ കുറെ നാളായിട്ട് ആട്ടം കൂടുതലാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നല്ല പുരുഷന്മാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിലുണ്ടല്ലോ അത് കൃത്യമായ മറുപടി കിട്ടും. ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഒരു മാധ്യമ പ്രവർത്തക ഇതിനെക്കുറിച്ച് കാര്യകാരണ സഹിതം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നത് എന്ത് മര്യാദ? സ്ത്രീ വിരുദ്ധ പരാമർശം. നിങ്ങളുടെ ഭാഷ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഭാഷ എല്ലാവർക്കും അറിയാം. കൊല്ലപ്പെട്ടില്ലേ? എന്ത് മര്യാദ? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. മര്യാദ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അത് വേണ്ട. അത് വേണമെന്നേ, അത് വേണം. താങ്കൾ അറിയാമല്ലോ. അത് വേണ്ട. മര്യാദ കുറച്ചു കേട്ടില്ലേ? അറിയാം. അതുകൊണ്ട് കുറച്ചു പറഞ്ഞു കേട്ടില്ലേ? കേട്ടല്ലോ. അതെ. അപ്പൊ ചന്ദ്രശേഖരനെ
ആസൂത്രിതമായ അത് അമൃതായിരുന്നു കൊലപാതകമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അമൃതായിരുന്നു അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നതാണോ മര്യാദ? അതെ, നിങ്ങൾ ഇതാണോ അതെ, രാഷ്ട്രീയം? അത് ഇതാണോ കോടതി ശിക്ഷ? പറഞ്ഞിട്ടില്ല. ശരി, അത് കോടതി പറഞ്ഞിട്ടില്ല. ഇതാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്? കോടതി നമുക്ക് പറഞ്ഞത്. പി വി അൻവർ പൊതുസമ്മേളനം വിളിക്കാൻ പോകുന്നു. പൊതുസമ്മേളനത്തിൽ പാർട്ടി സഖാക്കൾ എത്തും. ആ സമ്മേളനം വിജയിപ്പിക്കുമെന്നുള്ളതാണ് അൻവറിന്റെ വിശ്വാസം. അതിൽ CPM എടുക്കാൻ പോകുന്ന തീരുമാനം സഖാക്കൾ സമ്മേളനത്തിൽ വരാത്ത വിധത്തിൽ പാർട്ടി ഈ നിലപാട് കടുപ്പിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വരും മണിക്കൂറിൽ അറിയാനുള്ളത്. നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിച്ചു, അതിക്രമിച്ചു എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ജ്യോതികുമാർ ചാമക്കല, ഒപ്പം തന്നെ NM പിയേഴ്സൺ ചർച്ചയിൽ പങ്കെടുത്തതിന്.